ഞാൻ എന്നോട് പറഞ്ഞത്. നദീറിന്റെ 9-ാമത്തെ പുസ്തകം. 9 നവം 9 എന്നൊക്കെ പറയും. പുതിയത് എന്ന അർത്ഥത്തിൽ നവം എന്ന് പറയും. ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും നവീനമായ കാഴ്ചപ്പാടുള്ള 138 കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ് ഞാൻ എന്നോട് പറഞ്ഞത് എന്ന ഈ പുസ്തകം. ഇത് ബഹളമില്ലാതെ ഒരൊറ്റ ഇരിപ്പിന് വായിക്കരുത് കേട്ടോ. നമ്മൾ ഈ കോഴിക്കുട്ടികളെ വിരിയിച്ചിട്ട് ഇരുമ്പിന്റെ മുകളിലേക്ക് ഇറക്കും. ഇരുമ്പിന്റെ മുകളിലേക്ക് എന്തിനാ ഇറക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മ ഇറക്കിയത് മടാളിന്റെ മുകളിലേക്കാണ്. അപ്പൊ പരന്ന പാത്രത്തിലാണ് വെള്ളം വെച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ അമ്മോട് ചോദിച്ചു, എന്തിനാ ഈ പരന്ന പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കുന്നത്? എടാ, അതിനെ അതിന് കുടിക്കാൻ പറ്റുള്ളൂ, മാത്രമല്ല മുങ്ങിച്ചാവും ചെയ്യരുത്. അങ്ങനെ കോഴിക്കുട്ടി 1-2 തവണ വെള്ളം അങ്ങനെ കുടിച്ചിട്ട് ഒരു നിപ്പുണ്ട്, ആകാശത്തേക്ക് നോക്കിയിട്ട് ഒരു കുറിപ്പ് വായിക്കുക, ആകാശം നോക്കി അന്തം വിട്ടിരിക്കുക. മനസ്സിലായോ? അടുത്ത കുറിപ്പ് വായിക്കുക, പിറ്റേ ദിവസം വായിച്ചാൽ മതി. അങ്ങനെ 1/2 കൊല്ലം എടുത്തിട്ട് ഈ കുറിപ്പ് വായിക്കണം. ഈ കുറിപ്പെടുത്ത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. ശരിക്കും കിട്ടും. 70 Pro Max തന്നെ കിട്ടും. അപ്പൊ ഇനി അറിയാത്തവർക്ക് വേണ്ടി തിരൂരിന്റെ ഫാഷൻ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മാളിൽ ഒരു വെഡിംഗ് ഫെസ്റ്റ് നടക്കാൻ പോകുന്നുണ്ട്. ബ്രൈഡൽ കി ഷാദി. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നടക്കുന്ന ഗിവ് അവേയുടെ വിജയിക്ക് ലഭിക്കുന്നു ഒരു കിടിലൻ 17 Pro Max. അപ്പൊ ഇത്ര മാത്രം ചെയ്യാം. ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ അക്കൗണ്ടും എന്റെ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. 3 ഫ്രണ്ട്സിനെ കമന്റ് ബോക്സിൽ ടാഗ് ചെയ്യുക. 5 ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോഴേ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന മെയ് 15-നാണ്. ഒട്ടും സമയമില്ല, വേഗം ആയിക്കോട്ടെ. അപ്പൊ മനസ്സിലാവും കുറെയൊക്കെ നമ്മൾ പുതുക്കപ്പെട്ടിട്ടുണ്ടാവും. ഈ വായനയ്ക്ക് മുമ്പ് ഹരി എന്ന ഞാൻ ആരായിരുന്നു, ഈ വായനയ്ക്ക് ശേഷം ഞാൻ എന്താണ്? ഇതാണ് ഒരു പുസ്തകം കൊണ്ടുള്ള മെച്ചം എന്ന് പറയുന്ന സാധനം. ഇതൊരു യാത്രയാണ് യഥാർത്ഥത്തിൽ. ഷൗക്കത്തൊക്കെ പറയണത് അതാ. നിത്യചൈതന്യതി ഇവിടെ വന്ന കാരണം കൊണ്ട് പറയണം. നിത്യചൈതന്യതിയുടെ ശിഷ്യനാണ് ഷൗക്കത്ത്. യാത്രയും ഇങ്ങനെ നമ്മളെ പുതുക്കണം എന്ന്. ഒരു കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ എല്ലാവരും ഉള്ളതായിത്തീരുന്നത് ഒരു പ്രൗഢകാലം ഉണ്ടായി. ഏതാണ് ആ പ്രൗഢകാലം? പിതാവും മാതാവും ഉള്ള കാലം. പിതാവും മാതാവും ഇല്ലാത്ത കാലത്ത് ഒരു മനുഷ്യൻ അനാഥനായിത്തീരുന്നു എന്നുള്ളത്. ബാക്കി എന്തുണ്ടെങ്കിലും കാര്യമില്ല, അയാൾ അനാഥനായിത്തീരും. ഈ കുറിപ്പുകൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കുറിപ്പുകളല്ല. ദൈവം എന്നുള്ള സങ്കല്പത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഞാൻ പറയും ഇങ്ങനെയാണ്, ദൈവത്തോട് ലയിക്കാനുള്ള കുറിപ്പുകളല്ല, ചേർന്ന് നിൽക്കാനുള്ള കുറിപ്പുകളല്ല, ദൈവമായി തീരുകയാണ്, ആയിത്തീരാനുള്ള കുറിപ്പ്. മനസ്സിലായി? ഓരോ മനുഷ്യനിലും ആ ശക്തിയുണ്ട്. അതാണ് ഗുരു പറഞ്ഞത്, ശ്രീനാരായണ ഗുരു ഒക്കെ പറഞ്ഞത്. മനസ്സിലായോ? കണ്ണാടിയിലേക്ക് നോക്കി നിങ്ങൾ തൊഴു എന്ന് പറഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പിൽ പോയിന്ന ആരെ കാണുക? കണ്ണാടിയുടെ മുമ്പിൽ പോയിന്ന നമ്മൾ നമ്മളെയാണ് കാണുക, നമ്മളിലുള്ള ശക്തി. മനസ്സിലായോ? ഇതില് എന്നെ ആകർഷിച്ച മറ്റൊരു കുറിപ്പ് എന്ന് പറയുന്നത്, പെരേര എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തേടി ഒരു പെൺകിൻ വരുന്നുണ്ട്. ധ്രുവപ്രദേശത്ത് നിന്ന് ബ്രസീലിലേക്ക് വർഷത്തിലൊരിക്കൽ ഒരു പെൺകിൻ നടന്നെത്തുന്നു. 1000കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഈ പെൺകിൻ വരുന്നത്. പെൺകിൻ എന്താ ഭ്രാന്തുണ്ട്? അതിന്റെ കാരണം എന്താണ്? ഒരിക്കൽ ഈ പെൺകിൻ കുട്ടി കടലിനകത്ത് മാലിന്യത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ പെൺകിനെ രക്ഷിച്ചത് പെരേര എന്ന് പറയുന്ന മനുഷ്യൻ. എണ്ണയിലും മാലിന്യത്തിലും കുഴഞ്ഞുപോയ ഈ പെൺകിന് രണ്ടാമതൊരു ജീവിതം കൊടുത്തത് പെരേര എന്ന് പറയുന്ന ഈ മനുഷ്യനാണ്. ഈ മനുഷ്യനെ കാണാൻ വേണ്ടിയാണ് 1000കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി മനുഷ്യനല്ലാത്ത, മനുഷ്യനേക്കാൾ കേമമായ ജീവനുള്ള ഒരു ജീവി പെൺകിൻ
ബ്രസീലിന്റെ തീരത്തേക്ക് വരുന്നത്. ഞാൻ നമിച്ചുപോയി നദീർ. ഇതൊക്കെ വേണ്ടു. ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒന്നുമല്ല എന്ന് മനസ്സിലാവും. നന്ദിയില്ലാത്ത കുറെ ആളുകളാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്നത്. അരുൾ, അമ്പ്, അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ജീവതാരകം. അരുളില്ല അതെങ്കിൽ മാംസം, തോല്, അസ്ഥി നാറുന്നൊരു ഉടമ്പ് താനവൻ. മനസ്സിൽ മനുഷ്യത്വം ഇല്ലെങ്കിൽ നിങ്ങൾ നാറുന്ന ഉടമ്പാണ്, അസ്ഥിയാണ്, തോലാണ്. അതില്ലാത്ത ഒരാൾ എന്ന് പറയുന്നത് മരുഭൂമി പോലെയുള്ള ഒരാളാണ്. മനസ്സിലായോ? മരുഭൂമിയിൽ സംസം ജലം പോലെ എന്തുണ്ടാവണം? ശരീരത്തിനകത്ത് മനുഷ്യത്വം. മനുഷ്യനും സ്നേഹവുമാണ് ഇവിടെയുള്ള സംസാരം. ഞാൻ കയറി വരുമ്പോൾ നദിയാണ് വരുന്നത്. നദീർ ഒരു തരം നദിയാണ്. തീരദേശ സംസ്കൃതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭാരതപ്പുഴയുടെ തീരത്താണ് നിൽക്കുന്നത്. 9ാമത്തെ പുസ്തകമായി കഴിഞ്ഞിരിക്കുന്നു. ഈ പുസ്തകത്തിലൂടെ ഇനിയും ഊർജം സ്വീകരിക്കുകയാണ് നദീർ. അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരു കുറിപ്പിൽ, ഒരാൾക്കെങ്കിലും ഒരു ചിറകാകാൻ നിങ്ങൾക്ക് പറ്റുമോ? ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് പറക്കാൻ കഴിയാതെ നിസ്സഹായനായി പോകുന്ന ഒരു മനുഷ്യന് താങ്ങാവാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതാണ് ചിറക് കൊടുക്കുക എന്ന് പറയുന്നത്. ആ ചിറക് കൊടുക്കാൻ ഏതെങ്കിലും നിമിഷത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ ജീവിതം സഫലമായി. നേരം വെളിച്ചായിട്ട് ഉച്ചയായി, വൈകുന്നേരമായി, കിടക്കാൻ കാലത്ത് ഇങ്ങനെ നമ്മൾ വിചാരിക്കുക, നേരം വെളിച്ചാകുമ്പോൾ തൊട്ട് രാത്രി വരെ ഇന്ന് എന്താണ് മനുഷ്യന് ഉപകാരപ്രദമായ ഒന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പൊ സുന്ദരമായ ഉറക്കം കിട്ടുമെങ്കിൽ അയാൾ സംതൃപ്തനായ മനുഷ്യനാണ്. അല്ലേ? തർക്കല്ലേ? സംതൃപ്തനായ മനുഷ്യനാണ്. നമ്മൾ വിജയിയായ മനുഷ്യനെ എന്താ മാനദണ്ഡം കൽപ്പിച്ചിട്ടുള്ളത്? കോടികളുടെ ആസ്തിയുള്ള മനുഷ്യൻ വിജയിയാണ്. കോടികളുടെ ആസ്തിയല്ല പ്രശ്നം. അയാൾ ഇരിക്കുമ്പോൾ അയാളുടെ പരിസരത്ത്, അയാളുടെ ഉള്ളിൽ സംതൃപ്തി അനുഭവിക്കാൻ കഴിയുമെങ്കിൽ അയാളാണ് ഏറ്റവും സംതൃപ്തനായ മനുഷ്യൻ. പലതരം മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ധാരാളം സംസാരിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഒരു വാക്കുപോലും സംസാരിക്കാതെ, ഒരു പരിഭവം പോലും ആരോടും പറയാതെ, കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീര് വരാതെ ഇരുമ്പാണെന്ന് തോന്നിക്കുന്ന ചില മനുഷ്യന്മാർ, അവരെങ്ങനെയാണ് അങ്ങനെയായി പോയത്? അവർക്കും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ പരിഗണിക്കാൻ ഒരു സമയത്തും ഒരാളും ഉണ്ടായിരുന്നില്ല. ഇനി ആരോടാണ് ഞാൻ പരിഭവം പറയേണ്ടത്? അങ്ങനെ പരിഭവം പറയാൻ, അത് കേൾക്കാൻ ഒരത്താണിയും ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ആ മനുഷ്യൻ ഇരുമ്പായി മാറിയത്. അതാ നേരത്തെ പറഞ്ഞ സംഗതി, ചിറകാകാൻ സാധിക്കുന്നുണ്ടോ? ചിലരുണ്ട് ധാരാളം സംസാരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നിശബ്ദമാകും. ഇത് വ്യത്യസ്തമായ കുറിപ്പുകളുള്ളതാണ്. അയാൾക്ക് സന്തോഷം വേണ്ട എന്നുള്ളത് കൊണ്ടല്ല അത്. അയാൾക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ടായിരിക്കും, ഒരാളല്ല, കുറച്ചാളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ഘട്ടത്തിൽ തനിക്ക് ആരുമില്ല എന്ന തോന്നൽ ഉണ്ടാവും. കൂട്ടത്തിൽ ഒറ്റയായി പോകും, ആൾക്കൂട്ടത്തിൽ തനിയെ ആയി പോകും. അങ്ങനെയാണ് മനുഷ്യൻ നിശബ്ദതയെ ഭരിക്കുന്നത് എന്നാണ് നദീർ പറയുന്നത്. എനിക്ക് മനസ്സിലായത്, ഇങ്ങനെയുള്ള ചിന്തകൾ വ്യത്യസ്ത കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട്. കൺഫ്യൂഷ്യസ് ഉണ്ട്, സോക്രട്ടീസ് ഉണ്ട്, ഇന്ത്യയിൽ ബുദ്ധനുണ്ട്, ജൈന തീർത്ഥങ്കരന്മാരുണ്ട്, വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുർആനുണ്ട്. അങ്ങനെ ഒരു മതത്തിൻ്റെയും മതാതീതമായിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളെ ചേർത്ത് വെക്കുന്ന, പല മതസാരവും ഏകം എന്ന് പറയുന്ന ഗുരുവിന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ലോകത്തെ പല ആശയങ്ങളെയും തൻ്റെ കുറിപ്പിലേക്ക്, തൻ്റെ കാഴ്ചപ്പാടിലേക്ക്, തൻ്റെ എഴുത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്നോട് പറയുകയാണ് എന്ന് പറയുന്ന ഈ മഹത്തായ കുറിപ്പുകളിൽ നദീർ ചെയ്യുന്നത്. ഇനി മനുഷ്യന്മാരെ വിധിക്കുന്നുണ്ടല്ലേ നമ്മൾ, അയാൾ അങ്ങനെയാണ്, അയാളോടൊന്നും അടുക്കാൻ പറ്റില്ല, അയാൾ മനുഷ്യനാണ്.
ഇങ്ങനെ മുൻവിധികളെ നമ്മൾ മാറ്റിവെക്കുക. അയാൾക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവുക അയാൾ അങ്ങനെയാണ് എന്നാണ്. അയാൾ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ദൈവദൂതനായി വരും. ഇപ്പൊ ഷൗക്കത്ത് ഒരിക്കൽ ഹിമാലയത്തിലേക്ക് 10-20 തവണ ഹിമാലയത്തിലേക്ക് പോയിട്ടുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു യാത്രക്കിടയിൽ ഞാൻ നിത്യചൈതന്യയുടെ ശിഷ്യനാണ്, ഞാനൊരു ഫിലോസഫറാണ്, ഞാനൊരു യാത്രികനാണ്, ഇങ്ങനെയൊക്കെ കരുതി ട്രെയിനിൽ ഇങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വഴിക്ക് ഏതോ ഒരു സ്റ്റേഷനിൽ നിന്നൊരു മനുഷ്യൻ കയറി. അയാൾ കയറി കുറച്ചു കഴിഞ്ഞത് മുതൽ ഇയാളുമായിട്ട് പരിചയപ്പെടാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. അപ്പൊ ഷൗക്കത്തിന്റെ കൂടെ ഒരു വനിതാ സുഹൃത്ത് കൂടിയുണ്ട്. അപ്പൊ ഈ വനിതാ സുഹൃത്ത് പറഞ്ഞു, അയാൾ എത്ര നേരമായി നിങ്ങളോട് തന്നെ സംസാരിക്കാൻ മുട്ടി. ഷൗക്കത്ത് മുണ്ടിയില്ല. അങ്ങനെ ഇറങ്ങാൻ കാലത്ത് ഇനിയിപ്പോ പറഞ്ഞതല്ലേ ഒന്ന് മിണ്ടിയേക്കാം. അങ്ങനെ സംസാരിച്ചപ്പോ അയാൾ അയാളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഇത് നിങ്ങൾ വെച്ചോളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ട്രെയിൻ ഇറങ്ങി യാത്ര തുടർന്നു. വേറൊരു ഘട്ടത്തിലെത്തിയപ്പോ ഒരു ആക്സിഡന്റിൽ ഷൗക്കത്തിന്റെ കാലിന് പരിക്കുപറ്റി. റൂമിലെത്തി, നിങ്ങൾക്ക് ആരാണ് ഇവിടെ പരിചയക്കാരുള്ളത്? എന്തായാലും 2 ആഴ്ച നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ശുശ്രൂഷ ആവശ്യമാണ്. ഭ്രാന്തം വിട്ടു, സുഹൃത്തുക്കളൊന്നുമില്ലാത്ത നാടാണ്, ആരെ സമീപിക്കും? അപ്പൊ ഈ സ്ത്രീ പറയണ്ട, നമുക്ക് ആ മനുഷ്യനെ വിളിച്ചാലോ, ആ മനുഷ്യനെ വിളിച്ചാലോ. ഈഗോ സമ്മതിച്ചില്ല. ആദ്യം വിളിക്കുന്നതിന് മുമ്പ് എത്തിയ മനുഷ്യൻ, വിളിക്കുന്നതിന് മുമ്പ് എത്തുകയും ഇവരെ 2 പേരെയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ സ്വന്തം വീട്ടിൽ വെച്ച് 2 ആഴ്ച പരിക്ക് പറ്റിയ ഷൗക്കത്തിനെ ശുശ്രൂഷിച്ചത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. ഇങ്ങനെയാണ് നമ്മൾ മാറുന്നത്. മനുഷ്യന്മാരോടുള്ള എൻ്റെ സമീപനം മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നത് ഇത്തരം സംഭവങ്ങളിലൂടെയാണെന്ന് ഷൗക്കത്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മുൻവിധികളൊന്നും ആരോടും വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ മുൻവിധി ഉണ്ടാവും, അല്ലേ? അയാൾ കോപിഷ്ഠനാണ്, ഇയാൾ എപ്പോഴും ഒരു തമാശക്കാരനാണ്. വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ മനുഷ്യനുണ്ടാകും. നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും നിസ്സഹായനായ മനുഷ്യൻ എന്ന് നമുക്ക് തോന്നുന്ന ഒരാൾ വേറൊരാൾക്ക് ദൈവമായിരിക്കും. നമ്മളൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വായിച്ചിട്ടില്ലേ, ഒരു ഓഫീസില് തൂപ്പുവേലക്കാരിയാണ് അവർ. അങ്ങനെ ഒരു ദിവസം അവര് ഓഫീസിലേക്ക് ലഡുവുമായി വരികയാണ്, സന്തോഷം പങ്കിടാൻ വരികയാണ്. അവരത്ര നിസ്സാരമായിട്ടാണ് അവർ കരുതിയത്. അങ്ങനെ ജീവനക്കാർ ചോദിച്ചു, എന്താണ് വിശേഷം? മോന് IAS കിട്ടിയിട്ടുണ്ട്, സിവിൽ സർവീസ് പരീക്ഷയിൽ IAS കിട്ടിയ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ മധുരം തരുന്നത്. 4ാം ക്ലാസ് ജീവനക്കാരിയുടെ മകൻ, ഇത് കിട്ടിയിട്ട് വേണം മകനെ പഠിപ്പിക്കാൻ. മനസ്സിലായോ? താമര വിരിയുന്നത് ശുദ്ധജലത്തിലല്ല, താമര വിരിയുന്നത് ചളിയില്ല. കളങ്കത്തിൽ നിന്ന് മാത്രമാണ് സൗന്ദര്യം ഉണ്ടാവുക. അതുകൊണ്ട് ചളിയിൽ വിരിയുന്ന താമര ഉദാഹരണമാണ്. നിങ്ങൾക്ക് സങ്കടമില്ലെങ്കിൽ ലോകത്ത് ഒരു കലയും ഒരു സാഹിത്യവും ഉണ്ടാവില്ല. ദുഃഖമാണ് മനുഷ്യന്റെ ആത്യന്തികമായ സത്ത. മനസ്സിലായോ? ആ ദുഃഖത്തിൽ നിന്നാണ് കലകളും സാഹിത്യവും സംസ്കാരവും ഉടലെടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പലർക്കും ഉണ്ട് അവനവനൊരു വില ഉണ്ടാവില്ല, മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി മരിക്കും. ഞാനാര്? നിസ്സാരൻ. നമ്മൾ സ്വയം അങ്ങനെ പരിഗണിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരും കരുതുമോ ഓനെന്ത്? ആദ്യം പരിഗണിക്കേണ്ടത് ഈ ഞാനിനെ തന്നെയാണ്, എന്നെ തന്നെയാണ്. ഞാൻ എന്തോ ആണ് എന്ന് തന്നെ കരുതണം. അത് അഹങ്കാരമായി കൊണ്ട് നടക്കരുത്. മനസ്സിലായോ? അഹംബോധമായിട്ടാണ് കൊണ്ട് നടക്കേണ്ടത്. ആ അഹംബോധമുള്ള മനുഷ്യന് മാത്രമേ മറ്റുള്ളവർക്ക് തണലായി നിൽക്കാൻ സാധിക്കൂ. പരിഗണന കൊടുക്കണം, പക്ഷെ അത് താഴ്ന്നു നിന്നുകൊണ്ടാവരുത്. എപ്പോഴും കൊടുക്കേണ്ട ആവശ്യവുമില്ല. എപ്പോഴും കൊടുക്കുന്ന സമയത്ത് അതിന് വില ഉണ്ടാവില്ല. വില ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കുമ്പോഴേ വില ഉണ്ടാവുള്ളൂ.
ദാഹിക്കാതിരിക്കുമ്പോൾ വെള്ളം ചോദിച്ച് നമ്മൾ വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചാൽ എന്താ പറയാ, ഐ വേണ്ട ഇപ്പൊ ഉണ്ടാവും, ഞാൻ വന്ന വഴിക്ക് 2 മുറുക്ക് വെള്ളം കുടിച്ചു, ഇപ്പൊക്ക് വെള്ളം വേണ്ട. അപ്പൊ ആവശ്യക്കാരനെ അറിഞ്ഞ് നമ്മൾ പാർന്നു കൊടുക്കാൻ പാടും. മനുഷ്യന്മാരുടെ മൗനങ്ങളെ വായിക്കണമെന്നാണ് നദീർ മറ്റൊന്ന് പറയുന്നു. നമ്മൾ സംസാരത്തിലെ കളവ് പറയും, നമ്മള് സൗഹൃദം പങ്കുവെക്കൂലേ, ആദ്യം എന്താ ചോദിക്കുക, സുഖാണോ? ഞാൻ ഇദ്ദേഹത്തെ കണ്ട ചോദിക്കുക, സുഖാണോ? സുഖല്ലേ? അസലായി ഉത്തരം കിട്ടും എനിക്ക്, സുഖാണ്. ഇതിലും വലിയൊരു നുണയുണ്ടോ? അപ്പൊ വാക്കുകൾ കൊണ്ട് നമ്മൾ നുണ പറയും അല്ലേ? പക്ഷെ മൗനം കൊണ്ട് നുണ പറയാൻ സാധ്യമല്ല. മൗനം സത്യമാണ്. ആ മൗനത്തെ വായിക്കാൻ കഴിയുന്നവനാണ് സുഹൃത്ത്. ആ മൗനത്തെ വായിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ മനുഷ്യനാകുന്നത് എന്നാണ് നദീറിന്റെ പക്ഷം. MDMA ഉണ്ട്, കഞ്ചാവുണ്ട്, ബ്രൗൺ ഷുഗർ ഉണ്ട്. നദീർ പറയും ഇതൊന്നല്ല ലഹരി എന്ന് പറയാ. നദീർ വേറെ വയ്ക്കുക. അതുകൊണ്ടാണ് നദീർ പുതുവഴി വെട്ടുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയത്. പൊതുവഴി എല്ലാവർക്കും നടക്കാം, ഈസിയാണ്, നമുക്കൊക്കെ നടക്കാം. പക്ഷെ പുതുവഴി വെട്ടുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. കല്ലുണ്ടാവും, മുള്ളുണ്ടാവും, മരണ്ടാവും, വെട്ടണം അല്ലേ, കുപ്പിച്ചില്ലുണ്ടാവും, കാട്ടുമൃഗങ്ങളുണ്ടാകും. പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ. ആ ദുരിതം സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ അർഹിക്കാത്തവരുടെ അടുത്തേക്ക് നമ്മൾ പോകേണ്ടതില്ല. നമ്മളെ അർഹിക്കുന്ന കുറേ മനുഷ്യന്മാർ, അത്രയൊന്നും ഇല്ലെങ്കിലും ചുറ്റുവട്ടത്ത് കുറച്ചെങ്കിലും ആളുകളുണ്ടാവും. വലിയ സൗഹൃദ വൃന്ദമല്ല ഒരു മനുഷ്യനാക്കുന്നത്. ചെറിയ കൂട്ടങ്ങൾക്കിടയ്ക്ക് ഈ മനുഷ്യത്വം പങ്കുവെച്ചുകൊണ്ട് കഴിയുക എന്നുള്ളതാണ്. എന്നെ അർഹിക്കുന്ന ആൾക്ക് മാത്രമേ എന്നിൽ നിന്ന് കൊടുക്കാവൂ. അനർഹമായത് നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്, സ്നേഹമായാൽ പോലും. അധികമായാൽ അമൃതം വിഷം. അതുകൊണ്ട് മനുഷ്യനെ ലഹരിയായി കാണുന്ന, സൗഹൃദത്തെ ലഹരിയായി കാണുന്ന, സ്നേഹത്തെ ലഹരിയായി കാണുന്ന, സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറമാദിക്കാനുള്ളതല്ല, ആത്മാവറിഞ്ഞ് അനുഭവിക്കാനുള്ള ഒരു അനുഭൂതിയാണ് എന്ന് ഇതിൻ്റെ ഓരോ കുറിപ്പുകളിലും നദീർ കുറിച്ചിടുന്നു. നദീറിന് ഇനിയും പുതിയ പുതിയ പുസ്തകങ്ങൾ ഇതുപോലെ ഇറക്കാൻ സാധിക്കട്ടെ. അദ്ദേഹം പൊന്നാനിയുടെ എഴുത്തിൻ്റെ ഒരു വലിയ ശക്തിയായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞത് എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നു എന്ന വ്യാജേന ഞാൻ പറഞ്ഞ എല്ലാ വാക്കുകളും പുറത്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നന്ദി നന്ദി. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം, സിവി റോഡ്, പൊന്നാനി.